അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അർക്കാനുൽ ഈമാൻ എന്ന കാര്യമാണ്. അഥവാ സത്യവിശ്വാസത്തിൻ്റെ റുക്നുകൾ, സ്തംഭങ്ങൾ, പ്രധാനപ്പെട്ട മേഖലകൾ അതേതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫഅഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് ഈമാനിനെക്കുറിച്ച്, സത്യവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ മറുപടി, ഈമാൻ എന്നാൽ അൻ തുഅ്മിന ബില്ലാഹ്, നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്, വ മലായികതിഹി, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്, വ കുതുബിഹി, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്, വ റുസുലിഹി, അള്ളാഹു പറഞ്ഞയച്ച ദൈവദൂതന്മാരിൽ വിശ്വസിക്കലാണ്, വൽ യൗമിൽ ആഖിരി, പരലോകത്തിൽ വിശ്വസിക്കലാണ്, വ തുഅ്മിന ബിൽ ഖദരി, അള്ളാഹുവിൻ്റെ ഖദറിൽ അഥവാ വിധിയിൽ വിശ്വസിക്കലാണ്, ഖൈരിഹി വ ശർരിഹി, അതിൻ്റെ നന്മയിലും അതിൻ്റെ തിന്മയിലും. അപ്പോൾ 6 കാര്യങ്ങളാണ് സത്യവിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ സ്തംഭങ്ങളായി പഠിപ്പിക്കപ്പെട്ടത്. ഇതേ ഹദീസിൽ നമ്മൾ പഠിച്ചിരുന്നു ഇസ്ലാമിൻ്റെ അർക്കാനുകൾ 5 എണ്ണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ ഈമാനിൻ്റെ അർക്കാനുകൾ അഥവാ പ്രധാനപ്പെട്ട 6 സ്തംഭങ്ങളാണ് അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും പരലോകത്തിലും വിധിയുടെ നന്മയിലും തിന്മയിലും വിശ്വസിക്കുക എന്നുള്ളത്. ഇത് നമുക്ക് പരിശുദ്ധ ഖുർആനിലും കാണാം. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 177 കാണാം, വലാകിന്നൽ ബിർറ, പുണ്യമെന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. 5 കാര്യങ്ങൾ. അതേപോലെ തന്നെ 6-ാമത്തതായ ഖദറിനെക്കുറിച്ച് സൂറത്തുൽ അഹ്സാബിലെ 38 കാണാം, വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും നിർണയിക്കപ്പെട്ട ഖദറുകളാകുന്നു. അതേപോലെ തന്നെ സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്തിൽ കാണാം, ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, അള്ളാഹു എല്ലാറ്റിനും ഒരു ഖദർ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഖുർആനിക വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന 6 ഈമാൻ കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തു പറഞ്ഞു തന്നതാണ് നാം നേരത്തെ കണ്ട ഹദീസിൽ ഉള്ളത്. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് അർക്കാനുൽ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈമാൻ? ഭാഷയിൽ നമ്മൾ അതിന് ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുൻ, സത്യപ്പെടുത്തുക അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നൊക്കെയാണ് ഈമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലും, വ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയലും, വ അമലും ബിൽ ജവാരിഹ്, ശരീര അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്താതെ വെറും നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അതേപോലെ തന്നെ നാവ് കൊണ്ട് പറയുന്നുണ്ട്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുന്നില്ല, അതേപോലെ തന്നെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അപ്പോഴും കാര്യമില്ല. അതേപോലെ തന്നെ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ പ്രവർത്തിക്കുന്നില്ല, നാവ് കൊണ്ട് പറയുന്നില്ല, അപ്പോഴും അത് ഈമാനാവുകയില്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ യഥാർത്ഥ ഈമാനാവണമെങ്കിൽ മനസ്സുകൊണ്ട് അംഗീകരിക്കണം, അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും വേണം, പിന്നീട് അതനുസരിച്ച് ജീവിക്കുകയും വേണം. അതിനാണ് അൽ ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തി നാവ് കൊണ്ട് പറഞ്ഞ് പിന്നീട് അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിലുള്ള വിശ്വാസമായി തീരുന്നത്. അതാണ് ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ 6 കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങളുടെ ഈ 6 കാര്യങ്ങളും ഒരല്പം വിശദമായി മനസ്സിലാക്കാം. അതിൽ 1-ാമത്തെ റുക്നാണ്, 1-ാമത്തെ ഘടകമാണ്, 1-ാമത്തെ സ്തംഭമാണ് അൻ തുഅ്മിന ബില്ലാ, നീ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കൽ.
അഥവാ ആരാണ് അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്ത് യൂനുസിലെ 3-ാമത്തെ ആയത്തിൽ, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ സ്തവ അലൽ അർശി യുദബ്ബിറുൽ അംർ. നിങ്ങളുടെ റബ്ബായ രക്ഷിതാവായ അള്ളാഹു എന്ന് പറഞ്ഞാൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാകുന്നു. 6 ദിവസങ്ങളിലായി അവൻ അതിനെ സൃഷ്ടിച്ചു. പിന്നീട് അവൻ അർശിൽ ഏറി എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട്. അപ്പോൾ ആകാശഭൂമികളുടെ മുഴുവൻ സൃഷ്ടാവും പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അർശിലുള്ളവനായ സൃഷ്ടാവിനെയാണ്, രക്ഷിതാവിനെയാണ് അള്ളാഹു എന്ന് പറയുന്നത്. സൂറത്തു റൂമിലെ 40-ൽ കാണാം, അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. നിങ്ങളെ സൃഷ്ടിക്കുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, നിങ്ങളെ ജീവിപ്പിക്കുന്നത്, നിങ്ങളെ മരിപ്പിക്കുന്നതാരോ അവനാണ് അള്ളാഹു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ ജീവിപ്പിക്കുകയും അവനെ മരിപ്പിക്കുകയും ചെയ്യുന്നവനായ, മുഴുവൻ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനായ, മഴ വർഷിപ്പിക്കുകയും സസ്യലതാദികളെ മുളപ്പിക്കുകയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനായ ആ ഏകനായ പ്രപഞ്ച സ്രഷ്ടാവിൽ വിശ്വസിക്കുക. അതിനാണ് അൽ ഈമാനു ബില്ലാ എന്ന് പറയുന്നത്. ഇതിനെ തൗഹീദുർ റുബൂബിയ്യ എന്നും പറയുന്നു. അഥവാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നത് അള്ളാഹു മാത്രമാണ്, വേറെ ആർക്കും അതിൽ പങ്കില്ല, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൽ മറ്റാർക്കും പങ്കില്ല എന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. അപ്രകാരമാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരുന്നത് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഖുർആനിൽ 6-ാം അധ്യായത്തിലെ 102-ൽ കാണാം, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു. അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു, അവനല്ലാതെ ആരാധ്യനില്ല. ഖാലിഖു കുല്ലി ഷൈഇൻ, അവൻ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാണ്. ഫഅ്ബുദു, അതുകൊണ്ട് അവന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്രഷ്ടാവ് അള്ളാഹുവാണെങ്കിൽ അവൻ മാത്രമാണ് ആരാധ്യൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഈ രൂപത്തിലും അള്ളാഹുവിൽ വിശ്വസിക്കണം. അതിനാണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയുന്നത്. മൂന്നാമതും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉന്നതമായ നാമഗുണവിശേഷണങ്ങളുണ്ട് എന്ന് വിശ്വസിക്കണം. സൂറത്തു ത്വാഹയിലെ 8-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല. ലഹുൽ അസ്മാ ഉൽ ഹുസ്ന, അവന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉത്തമമായ നാമങ്ങളുണ്ട്. ഓരോ പേരുകളും അള്ളാഹുവിൻ്റെ ഓരോ ഗുണത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് അസ്സമീ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു പേരാണ്, എല്ലാം കേൾക്കുന്നവൻ എന്ന ഗുണമാണ് അതിലുള്ളത്. അൽ ബസീർ എന്നത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ്, എല്ലാം കാണുന്നവൻ എന്നാണ് അതിലുള്ള ഗുണം. അൽ ഹയ്യ് എന്നത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ്, ഒരിക്കലും മരണമില്ലാതെ എന്നെന്നും ജീവിച്ചിരിക്കുക എന്നതാണ് അതിലെ സിഫത്ത്. ആ നിലക്ക് അള്ളാഹുവിന് ഉന്നതമായ നാമഗുണവിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിനെ പോലെ പേരൊത്ത, അള്ളാഹുവിനെ പോലെ കഴിവുള്ള ആരും ലോകത്തില്ല. സൃഷ്ടികളെല്ലാം ദുർബലരാണ്, സ്രഷ്ടാവിനെ പോലെ ആരുമില്ല എന്ന് വിശ്വസിക്കുക. ഇതും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിനാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹു ഏകനാണ്, ആരും അവന് പങ്കുകാരായി തുല്യരായി ഇല്ല എന്ന് വിശ്വസിക്കുക. ഈ നിലക്ക് സ്രഷ്ടാവ് അള്ളാഹുവാണ്, അവൻ ഉന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമസ്ഥനാണ്. അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിശ്വാസമാണ് അൽ ഈമാനു ബില്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളിൽ വിശ്വസിക്കുക. മലക്ക് എന്ന് പറഞ്ഞാൽ റസൂൽ, ദൂതൻ എന്നാണ് അർത്ഥം. അള്ളാഹു സൃഷ്ടിച്ച മറ്റൊരു സൃഷ്ടിവർഗമാണ് മലക്കുകൾ. മലക്കിൻ്റെ ജംആണ് മലായികത്തുൻ. അവർ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടാണ്. ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂരിൻ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടാകുന്നു. മാത്രമല്ല അവർക്ക് ചിറകുകളുണ്ട്. ഖുർആനിൽ പറയുന്നത് ഉലി അജ്നിഹത്തിൻ മസ്ന വ സുലാസ വ റുബ, അവർക്ക് 2, 3, 4 എന്നിങ്ങനെ ചിറകുകളുള്ളവരാകുന്നു മലക്കുകൾ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളുടെ നേതാവാണ്. 600 ചിറകുകളാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉള്ളത്. അപ്പോൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിൻ്റെ പെൺമക്കളല്ല. അങ്ങനെ വിശ്വസിച്ചവരുണ്ട്. മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹു പ്രകാശം കൊണ്ടാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം
ദിവ്യ സന്ദേശത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മറ്റൊരു മലക്കാണ്. മഴ വർഷിപ്പിക്കുന്നതും അതേപോലെ തന്നെ ഇടിയുണ്ടാകുന്നത്, മിന്നലുണ്ടാകുന്നത്, ചെടികളെ മുളപ്പിക്കുന്നത്, ഇതൊക്കെ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉത്തരവാദിത്തത്തിലാണ്. ഇസ്രാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ലോകാവസാനത്തിൻ്റെ അടയാളം അറിയിച്ചുകൊണ്ട് സൂറെന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഇസ്രാഫിൽ. അതേപോലെ തന്നെ മലക്കുൽ മൗത്തുണ്ട്, മനുഷ്യനെ മരിപ്പിക്കുന്ന മലക്കാണ് അത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിംഹാസനം അർശു വഹിക്കുന്ന മലക്കുകളുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യം പ്രത്യേകമായി ഏർപ്പെടുത്തി കുട്ടികളിലേക്ക് റൂഹ് ഊതാൻ വേണ്ടി അള്ളാഹു ഏർപ്പാടാക്കുന്ന മലക്കുകളുണ്ട്. മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. മനുഷ്യരെ സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിച്ചുകൊണ്ടാണ്, അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും മറ്റും മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് അവരുടെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതെ അതൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇബാദുൻ മുക്റമൂൻ, മാന്യന്മാരായ അടിമകളാണ്. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, അവർ അള്ളാഹുവിനെ മറികടന്നുകൊണ്ട് സംസാരിക്കുകയില്ല. വഹും ബി അംരിഹി യഅമലൂൻ, അള്ളാഹു കൽപ്പിച്ചതൊക്കെ അവർ പ്രവർത്തിക്കും. അതേപോലെ തന്നെ സൂറത്തു തഹരീമിൽ കാണാം ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു കൽപ്പിച്ചതിനോടൊന്നും അവർ അനുസരണക്കേട് കാണിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കുന്നവരാണ്. അവർ കല്യാണം കഴിക്കുകയില്ല, അവർ ഭക്ഷണം കഴിക്കുകയില്ല, അതേപോലെയുള്ള കാര്യങ്ങളില്ല. എന്നാൽ അവർ നിരന്തരം സുജൂദിലും തസ്ബീഹിലുമാണ്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർ മാന്യന്മാരായ അടിമകളാണ്. അവർ ചിറകുകളുള്ളവരാണ്. അവർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവർക്ക് നമ്മെ കാണാൻ കഴിയും, പക്ഷേ നമുക്ക് അവരെ കാണാൻ കഴിയില്ല. ഈ നിലക്കാണ് നാം മലക്കുകളിൽ വിശ്വസിക്കുന്നത്. ആ മലക്കുകളെക്കുറിച്ച് ഖുർആനിലും പ്രവാചകൻ്റെ വാക്കുകളിലും വന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കണം. അതിനാണ് അൽ ഈമാനു ബിൽ മലായിക എന്ന് പറയുന്നത്. പിന്നീടുള്ളത് അൽ ഈമാനു ബിൽ കുത്തുബ്, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയക്കുന്ന പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങളും അള്ളാഹു നൽകുന്നുണ്ട്. ആ വേദഗ്രന്ഥങ്ങൾ മനുഷ്യരുടെ വാക്കുകളല്ല, പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ വാക്കുകളാണ്. അത് ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ്. ജനങ്ങൾക്കാവശ്യമായ നിയമങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കലാണ് വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 213 കാണാം ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നു, അവർ സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമാണ്. വ അൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ്, അവരുടെ കൂടെ സത്യപ്രകാരം വേദഗ്രന്ഥങ്ങളും അയക്കുന്നു. ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീ, ജനങ്ങൾ ഭിന്നിച്ച വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. അപ്പോൾ സത്യവിശ്വാസം ഇന്നതാണ്, സത്യനിഷേധം ഇന്നതാണ്, ഏകദൈവാരാധന ഇങ്ങനെയാണ്, ബഹുദൈവാരാധനയുടെ സ്വഭാവം ഇന്നതാണ്, സത്യത്തെ നിങ്ങൾ സ്വീകരിക്കണം, അസത്യത്തെ കൈയൊഴിയണം എന്നിങ്ങനെ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരിലൂടെ നൽകുന്ന വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. അതൊരിക്കലും മനുഷ്യനിർമ്മിതമല്ല, ദൈവികമായി ലഭിക്കുന്നതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട തൗറാത്ത്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട ഇൻജീൽ, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട സബൂർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഖുർആൻ, ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും നൽകപ്പെട്ട സുഹുഫ് ഇബ്രാഹിം വ മൂസ എന്നറിയപ്പെടുന്ന ഏടുകൾ, ഇതൊക്കെ അതിന് ചില ഉദാഹരണങ്ങളാണ്. എന്നാൽ നമുക്ക് പേരറിയാത്ത ധാരാളം വേദഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ അത് ഈ ഉമ്മത്തിന് നൽകപ്പെട്ട വേദഗ്രന്ഥമാണ്. ഖുർആനിൻ്റെ പ്രത്യേകത, മറ്റു വേദഗ്രന്ഥങ്ങളുടെയൊക്കെ സുരക്ഷിതത്വം മനുഷ്യരെയായിരുന്നു അള്ളാഹു ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ദുർബലതകളെല്ലാം അതിൽ കടന്നു വരികയും അവർ പലതും അതിൽ നിന്ന് എടുത്തു മാറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തു. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത 15-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ഉത്ബോധനത്തെ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണ്. ഈ നിലക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിച്ചിട്ടുള്ള വേദഗ്രന്ഥമായ ഖുർആൻ അടക്കമുള്ള സകല വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കലാകുന്നു വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. വേദഗ്രന്ഥങ്ങൾ ഒരിക്കലും തന്നെ അതിൻ്റെ ശരിയായ രൂപത്തിൽ മനുഷ്യനിർമ്മിതമല്ല, ദൈവിക വചനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 4-ാമത്തതാണ് അൽ ഈമാനു ബിർ റുസുൽ, പ്രവാചകന്മാരിൽ റസൂലുകളിൽ
വിശ്വസിക്കുക. നാം നേരത്തെ മനസ്സിലാക്കിയ സൂറത്തുൽ ബഖറയിലെ 213 ആയത്തിൽ തന്നെ കാണാം, കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ജനങ്ങൾ ഏക സമൂഹമായിരുന്നു, പിന്നീട് അവർ ഭിന്നിച്ചപ്പോൾ ഫബഅസല്ലാഹു നബിയീൻ, അള്ളാഹു നബിമാരെ അയച്ചു. ആ നബിമാരിൽ നമ്മൾ വിശ്വസിക്കണം. അതിൽ ഒന്നാമത്തെ നബിയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അവസാനത്തെ നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരെല്ലാം മനുഷ്യന്മാരാണ്, മാലാഖമാരല്ല. പ്രവാചകന്മാരെല്ലാം ഭക്ഷണം കഴിക്കുന്നവരും അവർക്കൊക്കെ തന്നെ ഇണകളുണ്ടായിരുന്നു, അവർക്ക് സന്താനങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ദൈവികമായ ഒരു അംശവും ഇല്ലാത്തവരും സൃഷ്ടികളും മനുഷ്യരും മാത്രമാണ്. അതേ സമയത്ത് അവർ പ്രവാചകന്മാരായതിനാൽ അവരോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. അവർ സൃഷ്ടികളായതിനാൽ അവരെ ആരാധിക്കാനും പാടില്ല. ഇപ്രകാരമാണ് നാം പ്രവാചകന്മാരിൽ വിശ്വസിക്കേണ്ടത്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരാണ് പ്രവാചകന്മാർ. അവർ സൃഷ്ടികളായതിനാൽ അവരെ ആരാധിക്കാൻ പാടില്ല. അവർ പ്രവാചകന്മാരായതിനാൽ അവരോട് അനുസരണക്കേട് കാണിക്കുവാനും പാടില്ലാത്തതാകുന്നു. ഇതാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം. അഞ്ചാമത്തതാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കണം. വബില്ലാഖിറത്തി ഹും യൂഖിനൂൻ എന്ന് സൂറത്തുൽ ബഖറയിലെ 4 കാണാം. അവർ മരണാനന്തര ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അതിനാണ് ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത്. എന്താണ് ഖിയാമത്ത് നാളിൻ്റെ പ്രത്യേകത? സൂറത്തു ആലി ഇമ്രാനിലെ 185 അല്ലാഹു പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിച്ചു പോകും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഖിയാമത്ത് നാളിൽ നൽകപ്പെടുന്നതാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവർ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. അപ്പോൾ പരലോക വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ലോകമാണ് മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ലോകത്തിന് ശേഷം വരാനുള്ള മരണാനന്തര ജീവിതം. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. പ്രവാചകന്മാരെ അനുസരിച്ച് വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് അർക്കാനുൽ ഇസ്ലാമും അർക്കാനുൽ ഈമാനും അംഗീകരിക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകാം, അതിനെ നിഷേധിക്കുന്നവർ നരകത്തിൽ പോകേണ്ടി വരും എന്ന വിശ്വാസത്തിനാണ് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തത് അൽ ഈമാനു ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കുക. പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കണക്കാക്കിയതനുസരിച്ചാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഖദറാക്കിയിരിക്കുന്നു. അള്ളാഹു ഖദറാക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനറിയാം എന്നതാണ് ഖദറിലെ വിശ്വാസം. 2, അള്ളാഹു ആ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ 2ാമത്തെ പാർട്ട്. 3ാമത്തത്, ഒരു കാര്യം അള്ളാഹു കൂടി ഉദ്ദേശിച്ചെങ്കിലല്ലാതെ മനുഷ്യർക്ക് നടപ്പിൽ വരുത്താൻ കഴിയില്ല. ആര് എന്തൊക്കെ തീരുമാനിച്ചാലും അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിയില്ല. അള്ളാഹു കൂടി ഉദ്ദേശിക്കണം. ഇതാണ് ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ 3ാമത്തെ ഭാഗം. വൽ ഖൽഖ്, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്, മനുഷ്യരല്ല. ഒരു സൃഷ്ടിയും മറ്റൊന്നിനെ സൃഷ്ടിക്കുന്നില്ല. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളടക്കമെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇപ്രകാരം പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനറിയാം, അവനത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ തീരുമാനമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെയും അവനാണ് സൃഷ്ടിച്ചത് എന്ന വിശ്വാസത്തിനാണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഈ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഈ ഈമാൻ കാര്യങ്ങൾ, 6 കാര്യങ്ങൾ, അത് വിശ്വസിച്ചാലാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.